പറയണമെന്ന് കരുതിയതല്ല. അപ്പോഴത്തെ വിഷമം കൊണ്ടും ഹരിയേട്ടൻ അമ്മയുടെ ഭാഗം ചേർന്ന് സംസാരിക്കുന്നത് കേട്ടതുകൊണ്ടും പറഞ്ഞു പോയതാണ്. ഹരിയേട്ടൻ അത് കേട്ടെന്നെ നെറ്റിച്ചുളിച്ചു നോക്കി. താനെന്തായി പറഞ്ഞു വരുന്നത്? സംശയത്തോടെയാണ് ചോദ്യം. ഞാൻ കേട്ടതൊക്കെ വള്ളി പുള്ളി വിടാതെ പറഞ്ഞു. ഇപ്പം പറയണമെന്ന് കരുതിയതല്ല, പക്ഷെ പറഞ്ഞു പോയില്ലേ, അപ്പം പിന്നെ കേട്ടതൊക്കെ പറയാമെന്ന് തന്നെ കരുതി. ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടും ആളിൻ്റെ മുഖത്ത് ഭാവവ്യത്യാസം ഒന്നുമില്ല. കഴിഞ്ഞോ? താടിക്ക് കൈ കൊടുത്തിരുന്നുള്ള ചോദ്യം കേട്ടപ്പോഴേ മനസ്സിലായി ഞാൻ പറഞ്ഞു ഒന്നും ഹരിയേട്ടൻ വിശ്വസിച്ചിട്ടില്ലെന്ന്. എൻ്റെ ദേവു. ആള് കട്ടിലേക്ക് തന്നെ ചാരിയിരുന്നു. താൻ ഈ പറഞ്ഞതൊക്കെ ഞാൻ എങ്ങനെ വിശ്വസിക്കും? മിനിയാന്നുകൂടി അമ്മ എന്നോട് എന്താ പറഞ്ഞതെന്നറിയോ? ദേവുവിനെ പെട്ടെന്ന് വിളിച്ചിട്ട് വാടാ, എനിക്ക് കാണാൻ തോന്നുന്നെന്ന്. അവളില്ലാത്തോണ്ട് വീട് ഉറങ്ങിയതുപോലുണ്ടെന്ന്. ആ അമ്മ നീ ഇപ്പൊ പറഞ്ഞ പോലെയൊക്കെ പറഞ്ഞു എന്ന് കേട്ടാ ഞാൻ എങ്ങനെയാ അത് വിശ്വസിക്കുമെന്നാ? ഹരിയേട്ടൻ അങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ ആളിനോടൊന്നും പറയേണ്ടിയിരുന്നില്ലെന്ന് എനിക്ക് തോന്നിപ്പോയി. ഞാൻ കള്ളം പറഞ്ഞിവിടെ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കുകയാണെന്ന് തോന്നുന്നുണ്ടാവും. ഹരിയേട്ടനും എന്നോടിനി മിണ്ടാതാകും. വല്ലാതെ വല്ലാതെ സങ്കടം വന്നുപോയി. ഞാൻ ഞാൻ കള്ളം പറഞ്ഞതല്ല. സത്യമായിട്ടും സത്യമായിട്ടും ഞാൻ കേട്ടതാ ഇതൊക്കെ. ആണയിടും പോലെ ഞാൻ എൻ്റെ തലയിൽ തന്നെ കൈവച്ചു. കള്ളം പറഞ്ഞതാണെന്ന് ഞാൻ പറഞ്ഞോ? ഹരിയേട്ടൻ്റെ മുഖത്ത് ഞാൻ കരുതിയതുപോലെ ദേഷ്യമൊന്നുമില്ല. പിന്നെ ഞാൻ തലചരിച്ച് ഹരിയേട്ടനെ നോക്കി. ആളും ഇളകിയിരുന്നു. ദേവു, എൻ്റെ അമ്മയ്ക്കൊരു കുഴപ്പമുണ്ട്. ആരോടെങ്കിലും എന്തെങ്കിലും ചെറുതായിട്ടാണെങ്കിലും ദേഷ്യം തോന്നിയ അവരെക്കുറിച്ച് പിന്നെന്താ പറയുന്നതെന്ന് അമ്മയ്ക്ക് തന്നെ അറിയില്ല. വായി വരുന്നതൊക്കെ വിളിച്ചു പറയും. ബീന ചേച്ചിയെക്കുറിച്ച് പോലും പലതും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പേര് പരാമർശിച്ചാകില്ല പറയുന്നത്. അപ്പം ആ പറഞ്ഞത് നമ്മളെക്കുറിച്ചാണോ എന്ന് നമുക്ക് തന്നെ തോന്നിപ്പോവും. ഇതിപ്പോൾ അങ്ങനെ ആരെയോക്കുറിച്ച് അമ്മ പറയുന്നത് കേട്ട് താൻ തെറ്റിദ്ധരിച്ചതാകാനേ വഴിയുള്ളൂ. ഞാൻ നിഷേധത്തിൽ തലവെട്ടിച്ചു. അങ്ങനെയല്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടല്ലോ. എടോ, നമുക്ക് മനുഷ്യന്മാർക്കൊരു കുഴപ്പമുണ്ട്. ഒരാൾക്ക് നമ്മളെ ഇഷ്ടമില്ലെന്നൊരു തോന്നലുണ്ടായ അയാൾ പിന്നെ ആരെക്കുറിച്ച് പറഞ്ഞാലും എന്തിനെക്കുറിച്ച് പറഞ്ഞാലും അത് നമ്മളെക്കുറിച്ചാണെന്ന് തോന്നും നമുക്ക്. അല്ലാതെ അമ്മയ്ക്ക് നിന്നോട് ഒരു വിരോധവുമില്ല. സത്യം. ഇങ്ങനെ ആവശ്യമില്ലാത്തത് ഓരോന്നിനി മനസ്സിലാലോചിച്ച് അമ്മയോട് മിണ്ടാതിരിക്കുകയൊന്നും ചെയ്യരുത് കേട്ടോ. ഹരിയേട്ടൻ എൻ്റെ തോളിലൊന്ന് തട്ടി എഴുന്നേറ്റ് പോയി. ഞാനിത് പ്രതീക്ഷിച്ചതായിരുന്നു. ഹരിയേട്ടൻ വിശ്വസിക്കില്ല എന്ന്. ഇതിപ്പോൾ അമ്മ എന്നെ നേരിൽ എന്തെങ്കിലും പറഞ്ഞിട്ട് ഞാനത് ഹരിയേട്ടനോട് പറഞ്ഞാൽ പോലും ആള് വിശ്വസിക്കാൻ പോണില്ല. അമ്മാതിരി അഭിനയമല്ലേ ഹരിയേട്ടൻ്റെ മുന്നിൽ അമ്മ കാഴ്ചവെക്കുന്നത്. കുറച്ചു നേരം അങ്ങനെ തന്നെ ഇരുന്നിട്ടാണ് ഡ്രസ്സ് മാറ്റി പുറത്തിറങ്ങിയത്. അമ്മ അപ്പോഴേക്കും ചായ കുടിക്കാൻ വന്ന് വിളിച്ചു. ചെല്ലുമ്പോൾ ചായയും വാഴയ്ക്കാപ്പവും ടേബിളിലുണ്ട്. ഹരിയേട്ടൻ ചായയും മുന്നിൽ വെച്ച് എന്നെ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. മക്കൾക്ക് വാഴയ്ക്കാപ്പം വലിയ ഇഷ്ടമല്ലേ? അതാ ഞാൻ വയ്യെങ്കിലും ഉണ്ടാക്കിയത്. വന്നിരുന്ന് കഴിക്ക്. എന്നെ പിടിച്ച് കസേരയിലിരുത്തി അമ്മ ഒരു പ്ലേറ്റിൽ 3-4 വാഴയ്ക്കാപ്പം എടുത്തു വെച്ച് തന്നു. ഞാനാണെങ്കിൽ തലചരിച്ച് ഹരിയേട്ടനെ നോക്കി. ഇപ്പം എങ്ങനുണ്ട്? ഇത്രയും സ്നേഹമുള്ള എൻ്റെ അമ്മയാണോ നീ അങ്ങനെയൊക്കെ പറഞ്ഞത് എന്ന ഭാവത്തിൽ എന്നെ തന്നെ നോക്കിയിരിപ്പുണ്ടാള്. ഇതൊക്കെ അഭിനയ കുലപതിയുടെ അഭിനയമാണെന്ന് എനിക്കല്ലേ അറിയൂ. പ്ലേറ്റിൽ നിന്ന് ഒരു വാഴയ്ക്കാപ്പം മാത്രം എടുത്തു. വായിലേക്ക് വയ്ക്കാൻ തുടങ്ങിയപ്പോഴാണ് അന്ന് അമ്മ പറഞ്ഞത് ഓർമ്മ വന്നത്. മുന്നിൽ വയ്ക്കുന്നതൊക്കെ തിന്നു മുടിപ്പിക്കുന്ന ആർത്തിപ്പണ്ടാരമാണെന്ന്. അത് പറഞ്ഞത് ഓർമ്മ വന്നപ്പോൾ കയ്യിലെടുത്തത് അതേപോലെ വാഴയ്ക്കൊപ്പം പ്ലേറ്റിൽ തന്നെ തിരികെ വച്ചു. അയ്യോ, എന്ത് മക്കളെ? എനിക്ക് വേണ്ടമ്മ, വിശപ്പില്ല. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഞാൻ നിനക്ക് വേണ്ടി ഉണ്ടാക്കിയതാ, കഴിച്ചേ പറ്റൂ. ഇപ്പം നിർബന്ധിച്ച് കഴിപ്പിച്ചിട്ട് ആരും കേൾക്കാത്തപ്പോൾ കഴിച്ചതിൻ്റെ കറക്ക് പറയാനല്ലേ എന്ന് മനസ്സിൽ ചിന്തിച്ചതും കഴിക്കടോ, അമ്മ നിനക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ലേ എന്ന ഹരിയേട്ടൻ്റെ വക ഡയലോഗ് വന്നതും ഒന്നിച്ചായിരുന്നു. വേണ്ട, എനിക്കെന്തോ വയറുവേദന പോലെ. ഞാൻ പറഞ്ഞൊഴിഞ്ഞു. ഞാൻ വിചാരിച്ചു തിരിച്ചു വരുമ്പോൾ പിന്നെയും പഴയ പോലെ ആവുമെന്ന്. കണ്ടില്ലേ, ഒന്നും തിന്നാൻ വയ്യാതെയായി. അത് കാണാനും ഉണ്ട്. 2 ദിവസം കൊണ്ട് പാതിയായി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഈ കഴിഞ്ഞ 2-3 ദിവസമാണ് ഞാൻ വേണമെന്ന് വെച്ച് മനസ്സ് നിറഞ്ഞ് കണ്ണ് നിറയാതെ ആഹാരം കഴിച്ചത്. ഇവിടുന്ന് ഇപ്പോൾ എന്ത് ആഹാരം കഴിക്കാൻ കഴിച്ച ആഹാരത്തിൻ്റെ കണക്ക് പറഞ്ഞത് ഓർമ്മ വരും. പിന്നെ വിശപ്പുണ്ടെങ്കിൽ പോലും
തിന്നാൻ പറ്റില്ല. ഇതൊക്കെ അവരുടെ മുഖത്ത് നോക്കി പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ മുതിർന്നവരെ മുഖത്ത് നോക്കി എതിർത്ത് പറഞ്ഞ് ശീലമില്ല. മുൻപ് ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ അച്ചമ്മയോട് എതിർത്ത് പറഞ്ഞിട്ടുണ്ട്. അന്ന് അമ്മേനെ വിലക്കിയതാണ്. അതിനുശേഷം മുതിർന്നവരോട് എതിർത്ത് പറയാൻ എന്നെ അനുവദിച്ചിട്ടേയില്ല. എങ്ങാനും പറഞ്ഞു പോയാൽ അമ്മയുടെ ഇന്ന് വഴക്കും കിട്ടും. അമ്മ വഴക്ക് പറയുന്നതാണ് എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്തത്. അതുകൊണ്ട് ഞാൻ പിന്നീട് അതിന് അവസരം ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ടുണ്ടായ ദോഷം എന്താണെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ മുതിർന്ന ആരുടെയും മുഖത്ത് നോക്കി എതിർത്ത് പറയാൻ പറ്റില്ല. അവരിനി എന്നെ എത്ര വേദനിപ്പിച്ചാലും. ഇത്തിരി ഒന്ന് മെനയായിട്ട് വന്നായിരുന്നു. വയറ് വയ്യാതാവാൻ അവിടെ ചെന്ന് എന്താ കഴിച്ചത് മോളെ? അവിടെ എൻ്റെ അമ്മായി നിർത്താൻ പ്ലാനൊന്നുമില്ല. എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ആഹാരം കഴിച്ചിട്ടാണ് എനിക്ക് വയറ് വയ്യാതായതെന്നാണ് ഈ പറയുന്നത്. ഞാൻ മറുപടി കൊടുക്കാതെ ചായ കയ്യിലെടുത്ത് കുടിച്ചു. ഹരിയേട്ടൻ അപ്പോഴേക്കും ചായ കുടിച്ചു കഴിഞ്ഞിരുന്നു. മുറിയിലേക്ക് വരാൻ എന്നെ കണ്ണ് കാണിച്ച് ആളെഴുന്നേറ്റ് പോയി. ഇപ്പം എങ്ങനെ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അമ്മയ്ക്ക് തന്നോടുള്ള സ്നേഹം കണ്ടോ എന്നൊക്കെ പറയാനാകും റൂമിലേക്ക് വിളിച്ചത്. ചായ കുടിച്ച ഗ്ലാസ്സൊക്കെ കഴുകി വെച്ച് റൂമിലേക്ക് ചെല്ലുമ്പോൾ എന്നെ കാത്ത് കട്ടിലിൽ ഇരിപ്പുണ്ട് ഹരിയേട്ടൻ. ദേവു വാ, എവിടെ ഇരിക്കെ? ബെഡിൽ ഹരിയേട്ടൻ്റെ അടുത്തായി കൈകൊണ്ട് തട്ടിയ ആളെന്നെ നോക്കി. ഞാനൊന്നും മിണ്ടാതെ അരികിൽ ചെന്നിരുന്നു. പറയാൻ പോകുന്നത് എന്താണെന്ന് ഏകദേശം ഊഹമൊക്കെ എനിക്കുണ്ടല്ലോ. അതുകൊണ്ട് ആ മുഖത്തേക്കേ നോക്കിയില്ല. നിലത്തോട്ട് നോക്കി കുനിഞ്ഞിരുന്നു. നിനക്കൊരു സർപ്രൈസ് കൂടി പ്ലാൻ ചെയ്തിരുന്നതാ. ഇനിയിപ്പോൾ സർപ്രൈസ് ആക്കി വെക്കുന്നില്ല. ഇന്നത്തെ സന്തോഷത്തിൽ ഇതോടെ പറഞ്ഞേക്കാം. എൻ്റെ നെറ്റി ചുളിഞ്ഞു. ഇപ്പോൾ അമ്മ പുരാണം കേൾക്കുമെന്ന് കരുതിയെടുത്ത് സർപ്രൈസോ? അന്നത്തെ ട്രിപ്പ് ക്യാൻസലായപ്പോൾ ഇവിടെ ഒരാൾ വിഷമിച്ചിരിക്കുന്നത് കണ്ടു. അതിന് പകരമായിട്ടൊരു ചെറിയ യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ട്. ശരിക്കും? ഹരിയേട്ടൻ പറഞ്ഞ് അവസാനിപ്പിച്ചു കൂടി കാണില്ല. എക്സൈറ്റ്മെൻറ്റ് ഒരല്പം കൂടിപ്പോയി എനിക്ക്. കണ്ണു മിഴിച്ച് ശബ്ദം ഉയർത്തിയുള്ള എൻ്റെ ശരിക്കും കേട്ട് വന്ന ചിരി അടക്കി പിടിക്കാതെ എന്നെ നോക്കി ഇരിപ്പുണ്ട് ആള്. ഞാനൊരു ചമ്മിയ ചിരി ചിരിച്ചുകൊണ്ട് തല താഴ്ത്തിക്കളഞ്ഞു. ഇത്ര എക്സൈറ്റ്മെൻറ്റ് വേണ്ട കേട്ടോ. അങ്ങനെ വലിയ യാത്രയൊന്നുമല്ല. രാജേഷിൻ്റെ വൈഫിന് ചക്കുളത്ത് എന്തോ നേർച്ചയുണ്ടത്രേ. അത് നടത്താനായിട്ട് അവരോട് പോകുന്നുണ്ട്. അവൻ എന്നോട് വരുന്നോ എന്ന് ചോദിച്ചു. അപ്പം ഞാനും കരുതി എന്നാൽ പിന്നെ നമ്മുടെ ഫസ്റ്റ് യാത്ര അമ്പലം തന്നെ ആയിക്കോട്ടെ എന്ന്. പോകുന്ന വഴിക്ക് കൊട്ടാരക്കര ഗണപതി അമ്പലത്തിലും പിന്നെ ഇടയ്ക്കുള്ള 1-2 ഇടത്തും കൂടി കയറാമെന്നാ അവൻ പറഞ്ഞത്. എന്നാ പോകുന്നേ? സൺഡേ. നിനക്കന്ന് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ അല്ലേ? ആള് ചോദിച്ചത് എന്താണെന്ന് മനസ്സിലായതുകൊണ്ട് ഞാനും ഇല്ലെന്ന് തലയാട്ടി. അമ്പലപ്പുഴ പോവോ? ചക്കുളം കാവിന്ന് അധിക ദൂരം ഇല്ല അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരിക്കൽ മീനുവും മധുവും മാമിയുടെ വീട്ടുകാരുമായിട്ട് പോയപ്പോൾ അവിടുന്ന് പാൽപ്പായസം കൊണ്ടുവന്നിരുന്നു. എന്തു മധുരമായിരുന്നു! നാവുകൂടി ഇറങ്ങിപ്പോകും പോലെ. അമ്പലപ്പുഴ കൃഷ്ണനെ നേദിച്ചതാ. അതാണ് ഇത്ര രുചിയെന്ന് അമ്മയെന്ന് പറഞ്ഞു. അന്നേ തുടങ്ങിയ ആശയാണ് അമ്പലപ്പുഴ പോണോന്ന്. പോണോ? കൈകെട്ടിയിരുന്നാണ് ചോദ്യം. ഞാൻ മൂളിയതും എന്നാ പോയേക്കാമെന്ന് പറഞ്ഞ് ചിരിച്ചു. എനിക്കും വല്ലാത്ത സന്തോഷം തോന്നി. യാത്ര പോകുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമല്ല, ഹരിയേട്ടൻ ചോദിക്കുമെന്ന് കരുതിയ കാര്യം ചോദിക്കാത്തതിലായിരുന്നു എനിക്ക് കൂടുതൽ സന്തോഷം. അമ്മയുടെ കാര്യമില്ലേ, അതന്നെ. അങ്ങനെ ഓരോന്ന് പറഞ്ഞിരുന്നപ്പോഴാ അന്ന് വൈകിട്ടാണല്ലോ മീനുവിൻ്റെ വീട്ടിലേക്ക് വിരുന്നിന് വിളിച്ചിരിക്കുന്നതെന്ന് ഓർത്തത്. അയ്യോ, ഞാനത് മറന്നു. ഹരിയേട്ടൻ നെറ്റിയിൽ കൈവച്ചു. എൻ്റെ മുഖം മങ്ങി. അപ്പോൾ ഇതും നടക്കൂല. അത് സാരമില്ല. നമ്മൾ രാവിലെ പോയിട്ട് വൈകിട്ടിങ്ങ് എത്തും. അവിടെ രാത്രി പോയാൽ മതിയല്ലോ. അന്ന് പുലർച്ചെ പോയാൽ വൈകിട്ട് 6 മണിക്ക് മുൻപ് നമുക്ക് തിരികെ വരാം. വന്നിട്ട് മധുവിൻ്റെ വീട്ടിലും പോകാം. ഹരിയേട്ടനത് പറഞ്ഞപ്പോൾ കെട്ടുപോയ സന്തോഷം 10 മടങ്ങായി തിരികെ വന്നു. എന്നാലോ ഇതും അമ്മ എങ്ങനെയെങ്കിലും മുടക്കുമല്ലോ എന്നാലോചിച്ചപ്പോൾ ഉള്ളിലുദിച്ച സന്തോഷം പിന്നെയും കെട്ടുപോയി. ഇതെന്തു പറ്റി? കത്തി നിന്ന ബൾബിൻ്റെ ഫ്യൂസ് പോയല്ലോ. ചൂണ്ടുവിരൽ കൊണ്ട് എൻ്റെ ഇടത്തെ കവിളിൽ കുത്തിയിട്ടാണ് ചോദ്യം. ഞാൻ ഒന്നുമില്ലെന്ന് കണ്ണടച്ച് കാണിച്ചു. അല്ലാതെ ഞാനിപ്പോൾ എന്താ ചിന്തിച്ചെന്ന് പറഞ്ഞാൽ ഉള്ള ഫ്യൂസ് ഹരിയേട്ടൻ തന്നെ ഊരിയെടുത്തുകൊണ്ട് പോവും. വെറുതെ എന്തിനാ ഉള്ള സന്തോഷം കൂടി കളയണത്? പിന്നെ ശനിയാഴ്ച ഈവനിങ് കോളേജിൽ ഒരു ഫംഗ്ഷനുണ്ട്. ഫാമിലി ഗെറ്റ് ടുഗദർ. എല്ലാ കൊല്ലവും ഉള്ളതാ. ടീച്ചിങ് സ്റ്റാഫുകളുടെ എല്ലാം ഫാമിലി കാണും. ഇത്തവണ നീയും വരണം. ഞാനോ? എന്താ? എൻ്റെ ഫാമിലി പിന്നെ ആരാ? അത് എനിക്ക് ഫംഗ്ഷനൊന്നും പൊതുവെ താല്പര്യമില്ലാത്തതാണ്.
പ്രത്യേകിച്ചും പരിചയമില്ലാത്ത ഇടങ്ങളിൽ ആരോടെങ്ങനെ പെരുമാറണമെന്ന് സത്യത്തിൽ എനിക്ക് അറിഞ്ഞുകൂടാ. ഒന്നിനും ഒരിടത്തും പോയിട്ടില്ലാത്തതിൻ്റെ കുഴപ്പമാണ്. ഞാൻ കാരണം ഹരിയേട്ടൻ നാണം കെടേണ്ടി വന്നാലോ, അങ്ങനെ ഒരു ചിന്ത പോയതുകൊണ്ടാവും ഞാൻ ഓക്കെ പറയാൻ മടിച്ചു നിന്നത്. ഞാൻ ശരിയാവില്ല ഹരിയേട്ടാ, എനിക്ക് ഇതൊന്നും ശീലമില്ല. ഇതുകൊള്ളാം എൻ്റെ ദേവു. ശീലങ്ങൾ ഉണ്ടാവുന്ന ഒരു കാര്യം പലതവണ ചെയ്യുമ്പോഴാ. ഇതിപ്പോൾ കേട്ട പാടെ ശീലമില്ലെന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയല്ലേ ശീലിക്കുന്നത്? എൻ്റെ ഭാര്യ എൻ്റെ സുഹൃത്തുക്കൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കണ്ടേ എനിക്ക്? പിന്നെ നിനക്ക് എൻ്റെ കോളേജൊക്കെ കാണണ്ടേ? തോളിൽ കൂടി കൈയിട്ട് എന്നെ ചേർത്ത് പിടിച്ച് അങ്ങനെ പറഞ്ഞപ്പോൾ മറുത്തു പറയാൻ എനിക്ക് തോന്നിയില്ല. തലയാട്ടി സമ്മതിക്കുമ്പോൾ അന്നത്തെ ടെൻഷൻ എനിക്ക് ഇപ്പോഴേ തുടങ്ങിയിരുന്നു. 2 ദിവസം പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ലാതെ കടന്നുപോയി. ഹരിയേട്ടൻ യാത്രയുടെ കാര്യം അമ്മയോട് പറഞ്ഞതായി തോന്നിയില്ല. പക്ഷെ ശനിയാഴ്ച കോളേജിൽ പോകുന്ന കാര്യം പറഞ്ഞിരുന്നു. അമ്മയുടെ സംസാരത്തിൽ നിന്ന് തന്നെയാണ് അതെനിക്ക് മനസ്സിലായത്. ഹരിയേട്ടൻ കോളേജിൽ പോയി കഴിഞ്ഞ് പണിയൊക്കെ ഒതുക്കി ഞാനും അമ്മയും കൂടി വരാന്തയിൽ ചെന്നിരുന്നപ്പോഴാണ് അമ്മ ചോദിച്ചത്, ശനിയാഴ്ച മോള് പോകുന്നില്ലേ? എന്നോടും കൂടി ചെല്ലാൻ ഹരിയേട്ടൻ പറഞ്ഞു. എല്ലാവരുടെയും ഫാമിലി കാണുമെന്ന്. അവൻ്റെ കൂട്ടുകാരുടെ ഭാര്യമാർക്കൊക്കെ ജോലി ഉണ്ടെന്ന് തോന്നുന്നു. കോളേജ് അധ്യാപകരല്ലേ, ഒട്ടുമിക്കവാറും ജോലിയുള്ളത് നോക്കിയല്ലേ കിട്ടുള്ളൂ. അതിനിടയ്ക്കും എനിക്കിട്ട് വയ്ക്കുന്നുണ്ട്. ഞാനത് ശ്രദ്ധിക്കാത്തതുപോലെ ഇരുന്നു. അവൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ടീച്ചറുണ്ടേ, ഒരു രാജലക്ഷ്മി. അവരുടെ അനിയത്തി അവർ തന്നെ ഹരിക്ക് വേണ്ടി ആലോചിച്ചതാ. ആ കൊച്ചിനെ എംടെക് കഴിഞ്ഞ് ഏതോ കോളേജിൽ ജോലി ഉണ്ടായിരുന്നു. ഓ, തുടങ്ങി. ഞാൻ തലയിൽ കൈ താങ്ങിയിരുന്നതും ചേച്ചിന്ന് വിളിച്ച് അടുത്ത വീട്ടിലെ ശൈലജ മാമി കയറി വന്നു. എന്താ ശൈലജേ? അമ്മ തലചരിച്ച് മാമിയെ നോക്കിയാണ് ചോദ്യം. ഇത്തവണ ചക്കയില്ലേ ചേച്ചി? ഇല്ലടി, കഴിഞ്ഞ പ്രാവശ്യം ഈ സമയത്തും നമ്മുടെ പ്ലാവിൽ ചക്ക ഉണ്ടായിരുന്നു, ഇപ്പോഴില്ല. എന്ത്? കൊച്ചിന് ചക്ക വരട്ടി തിന്നാൻ കൊതി. എൻ്റെ അടുത്തല്ലേ അതിന് പറയാനൊക്കൂ. അതും ശരിയാ, ആരുമില്ലാത്ത കൊച്ചല്ലേ, നീ തന്നെ അതിനെ നല്ലോണം നോക്കാൻ. ഈ സമയത്ത് അതിന് വേണ്ടതൊക്കെ വച്ചുണ്ടാക്കി കൊടുക്കണം. അമ്മായി മാമിയെ അനുകൂലിക്കുന്നുണ്ട്. മൂത്ത ചേച്ചിയുടെ അവിടെ കാണുമോ? വല്യമ്മയാണ് ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു. ഇല്ലടി, ഇത്തവണ അവിടെയില്ല. എവിടുന്നേലും കിട്ടിയാ ഞാൻ നിന്നെ വിളിച്ചു തരാം. ഒരു വയറ്റ് കണ്ണിക്ക് വേണ്ടിയല്ലേ? മാമി അമ്മയോട് തലയാട്ടി കാണിച്ച ശേഷം എന്നോടും എന്തൊക്കെയോ വിശേഷങ്ങൾ ചോദിച്ചു. ഞാൻ ചിരിയോടെ മറുപടി കൊടുത്തു. എന്നാൽ ഞാൻ പോട്ടെ ചേച്ചി, കൊച്ചവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ. അമ്മയോട് പറഞ്ഞിട്ട് എന്നെ നോക്കി തലയാട്ടി മാമി നടന്നുപോയി. കൊച്ചാണ് പോലും, നാണില്ലല്ലോ ഇവക്ക്. നല്ലൊരു ചെറുക്കനായിരുന്നു, നല്ല സർക്കാർ ജോലി. അതിനെ കൊണ്ടൊരു അനാഥ പെണ്ണിനെ കെട്ടിച്ചേക്കണം, അതും ഹിന്ദുക്കളുടെ അനാഥാലയത്തിൽ. അല്ല, ക്രിസ്ത്യാനികളുടെ അനാഥാലയത്തിൽ നിന്നേ. അമ്മായിയുടെ പറച്ചിൽ കേട്ട് ഞാൻ കണ്ണും മെഴിച്ച് അവരെ നോക്കി. അനാഥാലയത്തിനുണ്ടോ ഹിന്ദു എന്നും ക്രിസ്ത്യനെന്നും ഒക്കെ? തുടരും. അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.